ഹലോ യൂട്യൂബ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഒരു ഓട്ടോ ഉണ്ട്. അത് കുറേ വർഷങ്ങളായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്, ഒരു 7 വർഷമായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റീസ്റ്റോറേഷനും കാര്യങ്ങളും, പിന്നെ അത് റീസ്റ്റോർ ചെയ്ത് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ റീസ്റ്റോറേഷനും കാര്യങ്ങളുമാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓട്ടോ മെക്കാനിക്സ് അതിനെ കുറിച്ചൊക്കെ ഒന്നും അറിയത്തില്ല. നമ്മളൊരു ധൈര്യത്തിൻ്റെ ഇതിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഓട്ടോ എന്ന് പറയുന്നത് 2007 മോഡൽ ബജാജിൻ്റെ ഡീസൽ ഓട്ടോയാണ്. RE 445 എന്ന മോഡൽ വണ്ടിയാണ്. പിന്നീട് ടെസ്റ്റും ടാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെറ്റി നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതൊരു പ്രൊജക്റ്റായി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്രൊജക്റ്റ് 6 എന്ന പേരിലാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് റീസ്റ്റോർ ചെയ്തിട്ട് കുറേ പരിപാടികൾ, നമുക്ക് കുറേ ട്രാവലിംഗ് വീഡിയോസും ഒക്കെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. അവസ്ഥ ഫുള്ളായിട്ട് ടയറൊക്കെ പോയി ഫുള്ള് പോയി കിടക്കുക. ശൂന്യമായി കിടക്കുകയാണ്. ടയറൊക്കെ ഫുള്ള് പോയി. അങ്ങനെ നമുക്ക് വണ്ടീൻ്റെ ചാവി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ടൂൾസൊക്കെ കിട്ടുന്ന എടുത്തിട്ട് നമ്മളപ്പോൾ ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് തുറന്ന് നോക്കാൻ വേണ്ടി പോവുക. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ടയറൊക്കെ മൊത്തം പോയി കിടക്കുകയാണ്. ബ്രേക്കൊക്കെ കണ്ടോ, ജാമാണ്, ഫുള്ള് ജാമാണ്. ക്ലച്ചില്ലാതെ വണ്ടി ടെസ്റ്റിൻ്റെ സമയത്ത് ക്ലച്ചൊക്കെ പോയി. അങ്ങനെ പൈസ ഇല്ലാണ്ട് വീട്ടിൽ നിന്ന്, അപ്പം എൻ്റെ പൈസ ഇല്ലാണ്ട് അങ്ങനെ നിർത്തിയിട്ടതാണ്. കുറേ വർഷങ്ങളായി, എത്ര വർഷമായെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഒരു 5-6 വർഷമായിട്ട് അതിൻ്റെ മുകളിലാകാനേ സാധ്യതയുള്ളൂ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം തുറന്നു നോക്കാം. എൻജിനും ഇവിടെയൊക്കെ ഏതാണ്ടോ തുരുമ്പ് മൊത്തത്തിൽ എടുത്ത് പോയിരിക്കുന്നു. തുരുമ്പെടുത്തു മൊത്തത്തിൽ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോന്ന് അറിയാം. നമ്മൾ എന്തായാലും ഇത് മൊത്തം സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് അറിയില്ല, എന്നാലും നമ്മൾ ശ്രമിച്ചു നോക്കാൻ പോവാണ്. ഓക്കെ, ഇത് മൊത്തം റെസ്റ്റ് ആയിരിക്കുകയാണ്. എൻജിൻ റൂമൊന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് നോക്കാം നമുക്കെന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിൽ ഇനി ഓയിലൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. കിട്ടുന്നില്ലല്ലോ. കിട്ടുന്നില്ല, നമുക്ക് ഇടിക്കാൻ കിട്ടുന്നില്ല. നല്ല ടൈറ്റാണ്. ഇല്ല ഗൈസ്, നമുക്ക് കിട്ടുന്നില്ല, അത് അഴിക്കാൻ കിട്ടുന്നില്ല. ഉണ്ടോ, ക്ലച്ചൊക്കെ മൊത്തം പോയി കിടക്കാണ്. ജാമാണത്, മൊത്തത്തിൽ ജാമാണ്. ഇനി ഇതിന്റെ വയറിംഗ് കിറ്റിന്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എലികൾ കടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഓക്കെ, നമ്മളിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഉള്ളിലൊക്കെ ഒന്ന് ആ സീറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. നമ്മളതിന് വേണ്ടി ചെയ്യാൻ പോകും. കിട്ടിയിട്ടുണ്ട്. നോക്കാം.
കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് പോയി കിടക്കുകയാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് പാർട്സ് എന്തായാലും ടയർ 3 നാളെ നമ്മൾ എന്തായാലും സംഘടിപ്പിക്കും. അപ്പോൾ സംഘടിപ്പിച്ച ശേഷം വണ്ടി ഇവിടുന്ന് മാറ്റി, ഇതാണ് വീട്. ഇത് വീടിന്റെ ബാക്കാണ്, ഫ്രണ്ട് അപ്പുറത്തോട്ടാണ്. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇടാനാണ് പ്ലാൻ. ഇവിടുത്തെ ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് തള്ളത്തിടാനാണ്. തെങ്ങിന്ന് ഒന്നും വീഴുന്നെന്ന് പ്രതീക്ഷിക്കുന്നില്ല, കാരണം അങ്ങോട്ട് ചെരിഞ്ഞിട്ടാണ് തെങ്ങ് കിടക്കുന്നത്. നമുക്ക് നോക്കാം. ബൾബ് ഇതിന്റെ മുകളിലുണ്ടായിരുന്നു, കണ്ടില്ലേ ഗൈസ്? ബൾബ് ഇതൊക്കെ നമുക്ക് സേവ് ചെയ്യാം, നമുക്ക് ആവശ്യം വരും. ഗൈസ് കണ്ടില്ലേ വണ്ടി? ഇതിനകത്ത് നമുക്ക് തുരുമ്പ് കാര്യങ്ങളൊന്നും അല്ലാണ്ട് കിട്ടിയിട്ടില്ല ഒരുപാട്. കണ്ടില്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന ഭാഗം പറയുന്നത് ഇതാണ്. കണ്ടില്ലേ? ഏറ്റവും കൂടുതൽ ഏറെക്കുറെ നമ്മള് മോൾ ഭാഗം പൊളിച്ചു കഴിഞ്ഞു. എന്തായാലും ഇത് കീറാണ്ട് പറ്റില്ല, കാരണം ഇതൊക്കെ നല്ല തൊടുമ്പോ തന്നെ കീറി പോകുന്ന സാധനങ്ങളാണ്. കണ്ടില്ലേ? ഇത് നല്ലോണം പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കീറി എടുത്തത്. ഒരുപാട് ശ്രമിച്ചു. നമ്മുടെ അതിന് മാത്രം ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നാമത് അതാണ്. ലൈറ്റ് ആയിരുന്നു, നമുക്ക് പൊട്ടിച്ചടിക്കേണ്ടി വന്നു. വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് നമുക്ക് പൊട്ടിച്ചടിക്കേണ്ട അവസ്ഥ വന്നത്. നമുക്ക് ഗൈസ് ഇത് മുകളില് അകത്ത് ടോപ്പിലുണ്ടായിരുന്ന ലൈറ്റാണ്, പക്ഷെ ഇതിന്റെ സ്ക്രൂവും കാര്യങ്ങളും മൊത്തം ഇവിടെ ഒന്നും തുരുമ്പെടുത്തിട്ടില്ല, കണ്ടില്ലേ? പക്ഷെ ഇത് ബോൾട്ട് ചെയ്തിരിക്കുന്ന സ്ക്രൂ മൊത്തം തുരുമ്പെടുത്ത് പോയി. അപ്പോൾ ഇത് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് പൊട്ടിച്ചെടുത്തത്. ഇതിന്റെ സ്വിച്ചൊക്കെ ഇപ്പോഴും ഒക്കെ ആണ്. ഇതിന്റെ ബൾബ് നമുക്ക് കിട്ടി, അതും
അങ്ങനെ ഗൈസ് നമ്മുടെ ഓട്ടോയുടെ ടോപ്പ് നമ്മൾ അഴിച്ചിരിക്കുകയാണ് ഗൈസ്. ഫുൾ മെസ്സായി കിടക്കുന്നു, കണ്ടില്ലേ? ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. മൊത്തം പോയി കിടക്കുകയാണ്. ബാക്ക് ബോഡി മൊത്തം പോയി. ഇവിടെ എല്ലാം തുരുമ്പെടുത്ത് ഹോളായി കിടക്കുകയാണ്, കണ്ടില്ലേ ഗൈസ്? മൊത്തം പോയി. സൈഡ് ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടലി നമ്മളത് അഴിച്ച് അതിന്റെ സ്കെൽറ്റൺ മാത്രമാക്കി നിർത്തിയിരിക്കുകയാണ്. എന്തെന്നില്ലാത്ത സന്തോഷം ഗൈസ്. നമ്മള് ഇത് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോ നോക്കാം. ഒന്ന് നിർത്തുന്ന കാലത്ത് ഇതിനുള്ള കംപ്ലൈന്റ് പറഞ്ഞാൽ ഇതിന്റെ ക്ലച്ച് പോയി, പിന്നെ ടെസ്റ്റ് എടുത്തില്ല. ടെസ്റ്റ് എടുക്കാൻ കാശില്ലാതെ അങ്ങനെ നിർത്തിയതാണ്. ക്ലച്ച് പോയത് ഇതില് അങ്ങനെ കുറെ വർഷങ്ങളായി ഇപ്പൊ നിർത്തി. ഒരു 5-6 വർഷമായി കാണും, 7 വർഷമൊക്കെ ആയി കാണും ഇത് നിർത്തിയിട്ടിട്ട്. എന്നിട്ടും എഞ്ചിനൊന്നും തുരുമ്പ് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. ബോഡിയിലോട്ടാണ് തുരുമ്പ്. അന്ന് ഇവിടെ മഴ പെയ്യുന്ന സ്ഥലമല്ലേ, അപ്പൊ മഴ ഫുള്ള് കൊണ്ടിട്ടുണ്ടാവും. അതിന് നമ്മളിത് റീവർക്ക് ചെയ്ത് പ്രോജക്ട് ആർ നമ്മൾ ഇറക്കിയിരിക്കും. നമ്മൾ ഇന്ന് എവിടെ നിൽക്കണമെന്ന് അറിയൂ? നമ്മളത് വണ്ടിയിലകത്താണ് ഗൈസ്. നമ്മൾ ഇന്ന് ഈ ഒരു ബോൾട്ട്, ഈ ഒരു ബോൾട്ട്, പിന്നെ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, അതായത് ഞാൻ അഴിച്ചു. ഇവിടെ ഈ ഒരു ബോൾട്ട് ഉണ്ടായിരുന്നു, അത് അഴിച്ചു. ഇനി ഇതാ ഈ ഒരു ബോൾട്ട് കൂടി അഴിച്ചു. പിന്നെ ഈ 3 ബോൾട്ട് കൂടി അഴിക്കണം. ഈ 2 ബോൾട്ട് ഭയങ്കര ടൈറ്റാണ്, ഇത് നല്ല ടൈറ്റാണ്, നല്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ട് സംഭവം. അപ്പൊ നമ്മളിന്ന് ഇതിന്റെ ബാക്ക് ബോഡി മൊത്തം അഴിച്ചു മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഓ ഗൈസ്, നമ്മള് ഈ 2 ബോൾട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ എഞ്ചിന്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു, അത് അഴിച്ചിരിക്കുകയാണ് നമ്മള്. എന്നാലും ഇവിടോട്ട് കൈയിടാൻ പറ്റുള്ളൂ. എന്നാലും ഇവിടെ കൈ എത്തുന്നില്ല നമുക്ക് ഈ ബാറ്ററി ബോക്സും കൂടി അങ്ങ് അഴിച്ചു നോക്കാം എന്താ അവസ്ഥ. ഇത് അഴിച്ച് കിട്ടും നോക്കാം. കുറച്ച് സ്പാനർ ഉണ്ട് നമ്മുടെ കയ്യില്. എന്നിട്ട് ഞാൻ ഇത് അഴിച്ചായിരുന്നു. നമ്മളിന്ന് ബാക്ക് ബോഡി അഴിക്കും ഗൈസ്. നമ്മൾ അഴിച്ചിരിക്കും നമ്മൾ. ഇത് 2 നല്ല തുരുമ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് 2 നല്ല തുരുമ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്താണ് നമ്മള് തുരുമ്പ് മാറാൻ വേണ്ടി. തുരുമ്പ് മാറാനല്ലോ ഒന്ന് അത് കിട്ടുമോന്നൊന്ന് അറിയണമല്ലോ. അതേപോലെ ഈ ഒരു ബോൾട്ട് നല്ല ടൈറ്റാണ്. ബാക്കിയുള്ള ഇവിടെയുള്ള 2 ബോൾട്ട് അത് ലൂസ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിയിലൂടെ കൈയിട്ട് എടുക്കാനും പറ്റില്ല ഗൈസ്. ഉണ്ടോ ഇവിടെ ഈ സാധനം ഇത് തടയുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടിയിൽ കൂടെ ഉള്ളു ഇത് എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അടിയിൽ അങ്ങോട്ട് കേറാൻ പറ്റില്ല. ഇതിന്റെ എഞ്ചിൻ ഇവിടെ ഒന്നും തുരുമ്പ് വല്ലാണ്ടൊന്നും വന്നിട്ടില്ല ഇതിനകത്തൊന്നും. അപ്പോൾ നമ്മൾ ഈ ബോഡി ബോൾട്ട് വയ്ക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളി നീക്കി. ആ മതിലിൻ്റെ സൈഡിൽ സ്ഥലം കുറയുന്നു. അപ്പോൾ നമ്മൾ എന്നിട്ട് അടിയിൽ കൂടെ പിടിച്ച് കുറച്ച് ബോൾട്ട് 2-3 ബോൾട്ട് അഴിച്ചു. പിന്നെ ഉണ്ടായിരുന്ന 3 ബോൾട്ട് നമുക്ക് അഴിക്കാൻ കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു കട്ടർ കൊണ്ടുവന്ന്
കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കട്ട് ചെയ്ത് ഈ 2 ബോൾട്ട് നമ്മൾ കട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബോൾട്ട് കിട്ടാത്തത് അത് നമ്മൾ കട്ട് ചെയ്തു. നമ്മൾ ബോഡി മൊത്തത്തിൽ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ മാറ്റണം. നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ ഇതിന്റെ പേര്. അപ്പോൾ ഇത് കണ്ടില്ലേ കൈ, ഒരു കൈ കൊണ്ട് പൊക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് പിടിച്ച് കണ്ടിട്ടെടുക്കട്ടെ. ഓക്കെ ഓക്കെ. നമ്മൾ ബോൾട്ട് അടിച്ചപ്പോൾ ഇത് മാറി നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ എടുക്കണം. എന്തായാലും 2-3 പേരുടെ ആവശ്യമുണ്ട് പൊക്കണമെങ്കിൽ. അപ്പൊ നമ്മൾ എന്തായാലും അത് എടുത്ത് മാറ്റാൻ വേണ്ടി പോകും. അപ്പൊ മച്ചന്മാരെ വേറൊരു കണക്ഷൻ കൂടി നമുക്ക് ഊരാനുണ്ട്. ഈ ഒരു കണക്ഷൻ നമുക്ക് ഊരിയെടുക്കണം, എന്നാലേ ഈ ബോഡി പൊങ്ങുള്ളൂ. പിന്നെ ഇതാണ്ട് ഇവിടെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ആ കണക്ഷനൊക്കെ നമുക്ക് ഊരി വിടണം. പിന്നെ ഇതാണ്ട് ഈ ടാങ്കിന്റെ കണക്ഷൻ നമ്മൾ ഊരി വിടണം, എന്നാലേ ഇത് പൊക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, ഇവിടെ കുറച്ച് കണക്ഷൻസ് ഉണ്ട്, ഇതാണ്ട് ഇവിടെ കുറച്ച് കണക്ഷൻസ്, അതൊക്കെ നമ്മൾ ഊരി വിടണം. ഗായ്സ് നമ്മൾ കണ്ട ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റുന്നു. നോക്കൂ, കണ്ട ഇത്രയും പൊന്തിച്ച് നമ്മളെല്ലാ കണക്ഷൻസും എടുത്തു. ഇനി ഇത് പൊക്കി പുറത്തെടുത്ത് നമ്മൾ അങ്ങോട്ട് വെക്കണം. നമ്മുടെ ഫ്രണ്ടാണ് പൊക്കിക്കൊണ്ട്, അവന്റെ ഷോൾഡറൊക്കെ ഇറങ്ങിയതാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഗായ്സ് നമ്മുടെ വാപ്പ വരുന്നുണ്ട്. അപ്പൊ ഞാനും വാപ്പയും കൂടി ഇത് പൊന്തിച്ച് വെക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോവാണ്. വാപ്പ ഇപ്പൊ വരും. അതാ മുബ്രാളിനോട് സ്പേസിലോട്ടോ നിക്കാൻ. അപ്പൊ ഗായ്സ് ഇതാണ് നമ്മുടെ ഓട്ടോന്റെ എൻജിൻ. ഇത് കണ്ടില്ലേ, സെൽഫ് മോട്ടറാണ്. ക്ലച്ചൊക്കെ കണ്ടില്ലേ, ഫുള്ള് ജാമായി കിടക്കുകയാണ്. ക്ലച്ച് അവിടെ നിന്ന് വിട്ടിട്ടാണ്. നമ്മുടെ ഓയിലിന്റെ ഇത് നോക്കണമൊന്നും അഴിക്കാൻ കിട്ടുന്നില്ല, അത് ഫുള്ള് ജാമാണ്. അതുപോലെ ഇത് ഞങ്ങൾ അഴിക്കാൻ നോക്കി, കണ്ടില്ലേ സൈഡ് പൊട്ടിപ്പോയി. പിന്നെ ഇത് ഞങ്ങൾ അഴിച്ചു നോക്കി. ഇത് അഴിച്ചു നോക്കിയപ്പോ ഇതിനകത്ത് ഓയിലുണ്ട്, പക്ഷെ അത് ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഓയിൽ ഫിൽറ്റർ ഞങ്ങൾ അഴിച്ചതാണ്. അഴിച്ചു നോക്കിയപ്പോ അതാണ്ടോ, ഇതിനകത്ത് ഒന്നുമില്ല, മൊത്തം കട്ടയായി കിടക്കുകയാണ്. ഓയിലുണ്ട്, ഓയില് ഫുള്ള് ബ്ലാക്ക് കളറായി കട്ട പിടിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമുക്കറിയില്ല ഇതിനെ കുറിച്ച് ഒന്നും, ഈ ഓട്ടോനെ കുറിച്ച് ഒന്നും നമുക്കൊന്നും അറിയില്ല. നമ്മളൊരു ധൈര്യത്തിൽ അങ്ങ് അഴിച്ചതാണ്. ഇനിയിപ്പോ അടുത്ത കാര്യങ്ങൾ എന്താന്ന് ഓരോരുത്തരും ചോദിച്ചു വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിന്റെ പാർട്സ് എവിടെ കിട്ടുക, ഇതിന്റെ കാര്യങ്ങൾ എന്താന്ന് ഒരു മെക്കാനിക്കിനെ കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഇത് പൊക്കിയിട്ട് ഇതിന്റെ വീലൊക്കെ ഒന്ന് റിലീസാക്കണം. റിലീസാക്കിയിട്ട് വേണം നമ്മളൊരു മെക്കാനിക്കിനെ വിളിക്കാം. എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ട് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ബാക്ക് ബോഡി മൊത്തം അഴിച്ചിട്ടിട്ടുണ്ട്. ഇതിന്റെ എഞ്ചിനാണ് ഈ കാണുന്നത്. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഈ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.